സുധാകരനുമായി ബന്ധപ്പെട്ട കൂടോത്ര വിവാദത്തിൽ കേസെടുക്കാൻ പോലീസ്. മ്യൂസിയം പോലീസാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത്. കന്റോൺമെന്റ് ACP ആണ് പരാതി കൈമാറിയത്. മരണഭയം സൃഷ്ടിക്കൽ, അതിക്രമിച്ച് കടക്കൽ എന്നിവ ചുമത്തിയേക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അഞ്ജു ചേരുന്നു. അഞ്ജു, ഇപ്പോൾ ഈ വിവാദമായ കൂടോത്ര വിവാദം, കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കൂടോത്ര വിവാദത്തിൽ കേസെടുക്കുകയാണ് പോലീസ്. എന്തെല്ലാം വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്? ആർക്കാണ് അന്വേഷണ ചുമതല? ലക്ഷ്മി, കോൺഗ്രസ് കുടുങ്ങിയ ഈ കൂടോത്ര വിവാദവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കാൻ ഒരുങ്ങുകയാണ്. നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് കേരള കോൺഗ്രസ് എം നേതാവ് AH ഹഫീസ് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ പരാതി കന്റോൺമെന്റ് ACPക്ക് DGP കൈമാറിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് മ്യൂസിയം പോലീസാണ് ഇപ്പോൾ കേസെടുക്കാൻ ഒരുങ്ങുന്നത്. എന്നാൽ നിലവിൽ ഏതൊക്കെ വകുപ്പുകൾ ചേർക്കണം എന്നതിനെ കുറിച്ച് ഒരു പ്രാഥമിക അന്വേഷണത്തിന് ശേഷം മാത്രമേ തീരുമാനമാകുള്ളൂ എന്നാണ് ഇപ്പോൾ ACP വ്യക്തമാക്കുന്നത്. ഈ മരണഭയം സൃഷ്ടിക്കൽ, അതിക്രമിച്ച് കടക്കൽ എന്നീ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാലും പുറത്തു വന്ന ശബ്ദരേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു നീക്കം ഉണ്ടാവുക എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ലക്ഷ്മി. അതായത് കണ്ണൂരുള്ള വീട്ടില്, തിരുവനന്തപുരത്തെ സുധാകരന്റെ പട്ടത്തുള്ള വസതി, ഒപ്പം തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്തെ KPCC ഓഫീസിലടക്കം അദ്ദേഹത്തിന്റെ കസാരയുടെ അടിയിൽ നിന്നും അടക്കം ഈ ആഭിചാര ക്രിയയുടെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അയാളെ അപായപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ VIP സുരക്ഷയിലുള്ള K സുധാകരന്റെ വസതിയിലും ഓഫീസിലും ഇത്തരത്തിൽ കടന്നു കയറി ആഭിചാര ക്രിയകൾ ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർ ആരായാലും അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇത് അയാളുടെ ജീവനും സ്വത്തിനും ഏതെങ്കിലും തരത്തിൽ ഇത് പ്രകാരം അപകടം സംഭവിച്ചാൽ അത് രാഷ്ട്രീയ സംഘർഷവും കലാപമടക്കം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നടക്കം ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെയാണ് പരാതി DGPക്ക് കൈമാറിയിരിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കന്റോൺമെന്റ് ACP നിലവിൽ മ്യൂസിയം പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടോത്ര വിവാദവുമായി ബന്ധപ്പെട്ട കേസെടുക്കാൻ ഒരുങ്ങുന്നത്. നമുക്കറിയാം, ഈ വിഷയം ആദ്യമായി കോൺഗ്രസിൽ നിന്ന് പുറത്തായ ബാലകൃഷ്ണ പെരിയാണ് ആദ്യം ഈ വിഷയം ഉന്നയിക്കുന്നത്. അതിന് പിന്നാലെ രാജ്മോഹൻ ഉണ്ണിത്താനെ ലക്ഷ്യം വെച്ചാണെന്നുള്ള അടക്കം പരാമർശങ്ങൾ നേരത്തെ മുമ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നത് അത്ര വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ കുറച്ച് മുൻ ദിവസങ്ങളിൽ സുധാകരന്റെ വീട്ടിൽ നിന്ന് അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നത് കൂടിയാണ് ഈ സമൂഹം വലിയ തരത്തിൽ, കോൺഗ്രസ് ഉൾപ്പെടെ വലിയ തരത്തിൽ കൂടോത്ര വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസ് എടുക്കണമെന്ന് ഈ പരാതി നൽകിയിരിക്കുന്നത് സുധാകരൻ തന്നെയാണോ നേരിട്ട് നൽകിയിരിക്കുന്നത് പരാതി? അല്ല ലക്ഷ്മി, ഈ പരാതി കൈമാറിയിരിക്കുന്നത് കേരള കോൺഗ്രസ് എം നേതാവാണ്. AH ഹഫീസാണ് DGPക്ക് ഈ പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ തന്നെ ഈ AH ഹഫീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത്, ഞാൻ സുധാകരന്റെ രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ട പ്രവർത്തകനല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള ഒരു പ്രവർത്തകനാണ്. പക്ഷെ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായാൽ അത് ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതം അത് ചെറുതല്ല, വലിയ തരത്തിലുള്ള പ്രശ്നമാണ്. കാരണം VIP സുരക്ഷയിലുള്ള K സുധാകരന്റെ വസതിയിൽ അതിക്രമിച്ചു കയറിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ജീവനോ സ്വത്തിനോ ഈ അതിക്രമിച്ച് കയറിയവർ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയ തരത്തിൽ രാഷ്ട്രീയ സംഘർഷം ഉണ്ടാകാനും സംസ്ഥാനത്ത് കലാപം ഉണ്ടാവാൻ അടക്കം സാധ്യതയുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ സാധിക്കില്ല. ഇതിനെ ഗൗരവമായി കണ്ടുകൊണ്ട് ഇതിൽ എത്രയും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ലക്ഷ്മി, കൂടോത്ര വിവാദത്തിൽ ഇപ്പോൾ കേസെടുക്കാൻ പോലീസ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. മ്യൂസിയം പോലീസിനാണ് കേസെടുക്കാൻ നിർദ്ദേശമുള്ളത്. കന്റോൺമെന്റ് ACP ആണ് ഈ പരാതി, ഇതുമായി ബന്ധപ്പെട്ട പരാതി കൈമാറിയത്. കേരള കോൺഗ്രസ് എം നേതാവാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത്. കന്റോൺമെന്റ് ACP പരാതി കൈമാറി. മരണഭയം സൃഷ്ടിക്കൽ, അതിക്രമിച്ച് കടക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയേക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്നും ഇതിന്റെ വിശദമായ റിപ്പോർട്ട് നൽകുന്നത്.